ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് ആൻഡ് മിച്ചൂസ് വേൾഡ്. ഇന്നത്തെ ഈ യാത്ര ബ്രേ ബീച്ചിലോട്ടാണ് കേട്ടോ. ഒരു ഏകദേശം 3-4 വട്ടം ഞങ്ങളവിടെ പോയിട്ടുണ്ട്. പക്ഷേ പിന്നെയും കാണാൻ തോന്നുന്ന ഒരു ബീച്ചാണ് ബ്രേ ബീച്ച്. ഇത്തവണ ഞങ്ങളുടെ കൂടെ ജോയ്സേച്ചും സെറോച്ചേട്ടനും പിള്ളേരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നല്ല വെതറായിരുന്നു, നല്ല വെയിലുണ്ട്. പക്ഷേ ബീച്ച് സൈഡ് ആയതുകൊണ്ടും ഇതിനോട് അടുക്കും തോറും നല്ല തണുപ്പ്, നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. കുഞ്ഞിനെ അത്ര അടുപ്പിച്ചില്ല, പക്ഷെ ഞങ്ങൾ ബാക്കി എല്ലാവരും വെള്ളത്തിലിറങ്ങി. നല്ല തണുത്ത വെള്ളം കേട്ടോ. ഇത് ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ കല്ലുകളാണ്. എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ കല്ലുകളുണ്ട് ബ്രേ ബീച്ചിൽ നിന്ന് പൊക്കിയത്. നല്ല ഭംഗിയുള്ള ഉരുളൻ കല്ലുകളും വേറെ ഷേപ്പുകളുള്ള കല്ലുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി. അങ്ങനെ ഐസ്ക്രീം കഴിച്ച് കുറച്ച് നേരം നല്ല വെയിലൊക്കെ കൊണ്ട് നടന്നിട്ടാണ് ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പം അടുത്ത ലൊക്കേഷൻ എന്ന് പറയുന്നത് പവർ സ്കോട്ട് വാട്ടർഫോൾ ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. ആ സ്ഥലത്തിൻ്റെ പേര് വിക്ലോ എന്നാണ്. പക്ഷേ ആ വാട്ടർഫോൾ അറിയപ്പെടുന്നത് പവർ സ്കോട്ട് വാട്ടർഫോൾ. നമ്മുടെ അയർലൻഡിലെ ഏറ്റവും ഹയസ്റ്റ് വാട്ടർഫോൾ ആട്ടോ ഇത്. അപ്പോൾ ഇത് പോകുന്ന വഴി കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് വാട്ടർഫോൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇത് കഴിഞ്ഞ് ഫീസൊക്കെ കൊടുത്ത് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ് ആദ്യം തന്നെ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ആ വാട്ടർഫോളിൻ്റെ നിയർ ബൈ ആയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളെ ഉൾപ്പെടുത്തിയിട്ടൊരു വലിയൊരു മാപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയാസും പെട്ടെന്ന് ആ മാപ്പ് നോക്കി മനസ്സിലാവും. കാരണം ഈ പാർക്കിങ്ങിൻ്റെ അടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്, പിന്നെ ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, കാഫറ്റേരിയാസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം മാപ്പിലുണ്ട്. ഇപ്പം ഞങ്ങൾ നടന്നു പോകുന്നത് വാട്ടർഫോളിലേക്കാണ്. ഇപ്പം ഇവിടെ എന്തൊരു ഷൂട്ടിംഗ് നടക്കുക കേട്ടോ. അപ്പം ഈ വാട്ടർഫോളിന് ചുറ്റുപാടും ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം ഇവിടെ എല്ലായിടത്തും ഓരോ ബാർബിക്യൂ സ്റ്റേഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒക്കെ നമുക്ക് വന്നൊന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം കേട്ടോ ഈ വാട്ടർഫോള്. അപ്പം ഞങ്ങളിത് ഓൾറെഡി ബാർബിക്യൂ സ്റ്റേഷൻസിൻ്റെ കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ വരുന്ന വഴി ടെസ്കോയിൽ കയറി കുറച്ച് ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങളും ചിക്കനും സോസേജും റാപ്പും ഒക്കെ വാങ്ങിയിട്ടാട്ടോ വന്നത്. എന്നാൽ പിള്ളേർക്ക് ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ റൈസ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ചിക്കൻ ഗ്രില്ല് ചെയ്തൊക്കെ ചിലപ്പോൾ ടൈം എടുത്താലോ എന്ന് പേടിച്ചിട്ട് ഞങ്ങൾ കുറച്ച് റൈസും കൂടെ കരുതിയിരുന്നു. പിന്നെ നല്ല വെയിലുള്ളൊരു ദിവസമായതുകൊണ്ട് തന്നെ ഇത്രയും ഓപ്പൺ സ്പേസ് ആയിട്ട് പോലും നമുക്കൊരു തണുപ്പ് ഫീൽ ചെയ്തില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിള്ളേരും അവരുടെ രീതിയിൽ കുറച്ച് നേരം വെള്ളത്തിലിറങ്ങി കളിച്ചു. അത് കഴിഞ്ഞ് അവർ ബോൾ കളിച്ചു. അങ്ങനെ അവരും അവരുടെ രീതിയിൽ എൻജോയ് ചെയ്തു, നമ്മളും നമ്മുടെ രീതിയിൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ ഒന്ന് ഒത്തുകൂടണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പവർ സ്കോട്ട് വാട്ടർഫോളിലേക്ക് ഒന്ന് പോകണം കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു പാർക്കും കൂടെ ഉണ്ട് പിള്ളേർക്ക്. പിന്നെ പോകുന്ന വഴി ഈ വിക്ലോ ഗ്യാപ്പിൻ്റെ അവിടെ ഒന്ന് നിർത്തി ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഈ കാണുന്നത് ക്രിസ്മസ് ട്രീ ഫാം ആട്ടോ. നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്ര. ഞങ്ങൾ ഏകദേശം വൈകുന്നേരത്തോടു കൂടെ വീടെത്തി. അപ്പം ഇനിയും പോകണം കാണണം എന്ന ആഗ്രഹമുള്ള 2 സ്ഥലങ്ങളിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോയത്, ബ്രേ ബീച്ചും പവർ സ്കോട്ട് വാട്ടർഫോളും. അപ്പോൾ ഒരു അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി ഞാൻ വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.